മ്യാൻമാർ നഗരത്തെ കുലുക്കി ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7, 6.4 തീവ്രതകൾ രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. നിരവധി മരണങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. മോണിവ നഗരത്തിന് ഏകദേശം 50 കിലോമീറ്റർ കിഴക്കായി മധ്യ മ്യാൻമാറിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനത്തിന്റെ ആഘാതം മേഘാലയയിലും തായ്ലൻഡിലെ ബാങ്കോക്കിലും അനുഭവപ്പെട്ടു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, നല്ല അതിശക്തമായ ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 7.7 എന്ന് പറയുമ്പോൾ റിക്ടർ സ്കെയിലിൽ ഇത് രേഖപ്പെടുത്തുമ്പോൾ വലിയ തീവ്രതയുള്ള ചലനങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നിരമ ഉച്ചയ്ക്ക് 12:50 ഈ ഭൂചലനം റിപ്പോർട്ട് ചെയ്തത്. 7.7 റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് മ്യാൻമാറിലെ മണ്ടാലെ സിറ്റിക്ക് സമീപമാണ് ഈ ഒരു ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഏതാണ്ട് ഭൂമിയുടെ ഉള്ളിലേക്ക് 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഭൂകമ്പം അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് അവിടെ ഗവൺമെന്റ് വ്യക്തമാക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ കെട്ടിടങ്ങൾക്കുള്ളിൽ നിരവധി ആൾക്കാർ കുടുങ്ങിക്കിടപ്പുണ്ട്. മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. എത്ര മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സർക്കാർ ഔദ്യോഗികമായി ഇതുവരെയായിട്ടും അത്തരം പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഏതായാലും അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് 7.7 റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയത്. മാത്രമല്ല മ്യാൻമാറിന്റെ അയൽ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തീവ്രത അനുഭവപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. പിന്നീട് അതിന് തുടർച്ചയായിട്ട് തന്നെ ഒരു 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടാകുകയായിരുന്നു. ഇത് തായ്ലാന്റ്, മ്യാൻമാറിനടുത്ത് കിടക്കുന്ന തായ്ലൻഡിന്റെ ബാങ്കോക്ക് നഗരത്തെ ബാധിച്ചിട്ടുണ്ട്. ബാങ്കോക്കിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. ഒപ്പം തന്നെ ഭാരതത്തിലെ മേഘാലയയിലും ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നന്ദൻ, ഈ മേഘാലയയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? കാരണം മ്യാൻമറിലും ബാങ്കോക്കിലും ഒക്കെ വലിയ നാശനഷ്ടങ്ങളാണ് ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മേഘാലയയിൽ നിന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ഇപ്പോൾ? മേഘാലയയിൽ അത്തരം കാര്യമായ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് തീവ്രത 4, റിക്ടർ സ്കെയിലിൽ 4 അവിടെ തീവ്രത രേഖപ്പെടുത്തിയത്. അതിനാൽ തന്നെ കാര്യമായ നാശനഷ്ടങ്ങളോ മറ്റോ ഇല്ല. ചെറിയ ഭൂമി കുലുക്കം അനുഭവപ്പെട്ടു എന്നതിനപ്പുറം മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ മേഘാലയയിൽ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ചൈനയിലെ യുനാൻ മേഖലയിലും അവിടെയും ഇതിന്റെ പ്രകമ്പനം ഉണ്ടായതായിട്ടുള്ളതാണ് ചൈനീസ് സർക്കാർ വ്യക്തമാക്കിയത്. അങ്ങനെ ചൈന, തായ്ലൻഡ്, മ്യാൻമാർ, അതേപോലെ തന്നെ ഭാരതത്തിലെ മേഘാലയ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇതിന്റെ പ്രകമ്പനം ഉണ്ടായി എന്നുള്ളതാണ്. 7.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മ്യാൻമാറിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കുമെന്നുള്ള കാര്യം എക്സിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം നിരന്തരം മ്യാൻമാർ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് അടിയന്തര ആവശ്യത്തിലും ഭാരതം സഹായവുമായി എത്തുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതേസമയം ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ മ്യാൻമാറിൽ തുടരുകയാണ്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. അതേപോലെ തന്നെ മ്യാൻമാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാലം, മണ്ടാല പാലം, അത് തകർന്നു വീണിട്ടുണ്ട്. അങ്ങനെ കെട്ടിടങ്ങളും പാലങ്ങളും അടക്കം നിർമ്മിതികൾ പലതും അങ്ങനെ തകർന്നു വീണിട്ടുണ്ട്. നിരവധി പേർക്ക് ജീവഹാനികൾ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സംഖ്യകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അടുത്ത മണിക്കൂറുകൾ ഒരുപക്ഷെ ഇതിന്റെ തീവ്രതകൾ എത്രമാത്രമാണ് എന്നുള്ള കാര്യം വ്യക്തമായി. അതെ നന്ദൻ, ഒരുപക്ഷെ ലോകത്തെ നടുക്കിയ വലിയ ദുരന്തത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മ്യാൻമർ നഗരത്തെ കുലുക്കി ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 7.7, 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേഘാലയയിലും ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടായിട്ടുണ്ട്. തായ്ലൻഡിലും ബാങ്കോക്കിലുമൊക്കെ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വരും മണിക്കൂറുകളിൽ ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എസ് നന്ദഗോപൻ പങ്കുവയ്ക്കും.